ഹായ്, ചാൻസ് സ്റ്റോക്കിന്റെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് കന്നഡ മൂവി ഇൻഡസ്ട്രി എന്നുള്ള ഒരു ടീസറാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്തെ ആളാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡി ബോസിന്റെ, അങ്ങനെയാണ് നമുക്ക് അറിയുന്നത് കേട്ടോ, ഡി ബോസിന്റെ ഫ്രണ്ട്, അതായത് വിനോദ് പ്രഭാകർ. നമ്മുടെ റോബർട്ടിലെ മെയിൻ റോൾ ചെയ്തു. അതുപോലെ തന്നെ ചൗക്ക മൂവിന്റെ അകത്തുണ്ട് അല്ലെ, ചൗക്ക മൂവിന്റെ അകത്തുണ്ടോന്ന് അറിയില്ല, മറ്റേ പടത്തിൽ നമ്മളെ നവഗ്രഹ ആ മൂവിയിലൊക്കെ ഉണ്ടായ. അത് മാത്രമല്ല നമ്മുടെ മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഫാദർ ടൈഗർ പ്രഭാകർ അഭിനയിച്ചിട്ടുണ്ട്, ധ്രുവത്തില്. അപ്പൊ അദ്ദേഹത്തിന്റെ മകനാണ്. അത് മാത്രമല്ല ഈ ഒരു തമിഴില് കാണുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ദൈവികതയോ ഒരു ടെറർ ഇല്ല, എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സാധനമാണ് കാണാനുള്ളത്. തമിഴില് ഉഗ്രൻ കേട്ടോ, ഒരു രക്ഷയില്ല. മൂവിയുടെ പേര് ഇതുവരെയായിട്ട് പറഞ്ഞില്ല. മൂവിയുടെ പേര് നെൽസൺ എന്നാണ്. അതെ, നെൽസൺ കന്നഡ 4K ഒഫീഷ്യൽ ടീസർ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും കാണാം. റെഡി? ആനന്ദ് ദൈവങ്ങളുടെ ബീജിയം അല്ലേ? 2 ഷോട്ടാണ് ഇരുന്ന. ഒരേ സമയം 2 സ്ഥലത്ത് അല്ലേ? അതും കാണിക്കുന്നുണ്ട്, അപ്പുറത്ത് തോക്കെടുക്കുന്നത് കാണിക്കുന്നില്ലേ? ഓ, പൊളി ബീജിയം. ഇതെന്തോ ദൈവിക സംഭവമാണല്ലോ. കൂടുന്ന പോലെ കാണിക്കുന്നില്ലേ? ഇതാ നാരങ്ങ. ഡെയ്മൺ വരുന്നുണ്ട് വില്ലേജില്. ഓ, രാക്ഷസ വരുന്നുണ്ടല്ലോ അവനെ. അയ്യോ, ഓ, ഓ, ഭയങ്കര. അതായത് ഗോഡ് ഡെമൺ ആയിട്ട് വരുന്ന പറയുന്നത്. രണ്ടും ഒരാൾ തന്നെയാണ്. എന്താ സംഭവം? കിട്ടും ഒരു രക്ഷയില്ല. പക്ഷെ അതായത് നമ്മളെ ഒരു സാൻഡൽവുഡില് ഷൂട്ടിംഗ് ബിഗിൻസ് അല്ലേ, ഷൂട്ടിംഗ് തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷെ അറിയാൻ പറ്റുന്നില്ല വിനോദ് പ്രഭാകർ ആണെന്നൊക്കെ. ഇന്നത്തെ ആരെ അത് കാണിച്ചെന്ന് മനസ്സിലാവുന്നില്ല. ഇനി ആദ്യം കാണിച്ച ആ ഒരു ദേവിക ആ ഒരു ആള് ആവാഹിച്ച ആളാണോ അല്ലെങ്കിൽ അപ്പുറത്തെ ആളാണോ? ആവാഹിച്ച ആള് വിനോദ് പ്രഭാകർ മനസ്സിലായി. ആ ഒരു ഡയലോഗ് ഡെലിവറിയിലും പിന്നെ ആ കാണിച്ചൊക്കെ ഏകദേശം എനിക്ക് അത് തോന്നി. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വിനോദ് പ്രഭാകറിനെ പോലെ തന്നെയാണ് ദൂരത്ത് കാണിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ തന്നെയാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഒരു രക്ഷയില്ല. വിഷ്വൽസും അതിന്റെ കൂടെ തന്നെ ആ ഒരു ഡയലോഗ്, അവസാനം പറഞ്ഞ ഡയലോഗും നല്ല രസമുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഒരു രക്ഷയില്ലാത്ത ബീജിയം അല്ലെ, ആ ഒരു ഫോക്ക് സോങ് നമ്മളുടെ ഉണ്ട്. അതായത് ആ ഒരു ഫോക്ക് സോങ് പെട്ടെന്ന് ആ ഒരു വൈബ് നമുക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കന്നഡ ഫോക്ക് സോങ് ആണെന്ന് അവർ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി അവ വന്ന്, പിന്നെ അത് എനിക്ക് തോന്നുന്നത് ദൈവികമായിട്ട് എന്തോ സംഭവമാണ് തോന്നുന്നു അല്ലെ, അത് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ വേറൊരു ഊളനായിട്ടുള്ള ഒരു ക്യാരക്ടറും രാക്ഷസനായിട്ടുള്ള ഒരു സംഭവം. അയാള് നാട്ടിലേക്ക് വരുന്നു എന്നാ പറയുന്നത്. അയാള് നാട്ടിലേക്ക് വന്നിട്ട് ഗോഡ് എന്താ പറയാ, രാക്ഷസ രൂപം വരുന്നു. അങ്ങനെന്താ പറഞ്ഞേക്കണം. എന്തായാലും സംഭവം നമ്മൾ ഇതുവരെയായിട്ടും കേട്ടിട്ടില്ല. അതായത് ഇനി എന്തെങ്കിലും ഇതിന്റെ കഥ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല ശരിക്കും. പിന്നെ നമ്മള് കുറേ അധികം എന്താ പറയാ, ഇങ്ങനത്തെ കഥകളൊക്കെ ചിലപ്പോൾ തെശി കഥകളായിട്ട് ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? അതായത് ചിലവർക്ക് ദൈവം ഏകദേശം കൂടുന്ന പോലെ കാണിച്ചോട്ടെ. നാരങ്ങയൊക്കെ അവിടെ നിന്ന് വായന്നെടുത്ത് ആകാശക്കെങ്കിലും കണ്ടിട്ടില്ലേ, മുത്തശ്ശൻ കൂടുന്നൊക്കെ പറയുന്നത്. ഇനി അങ്ങനെയാണോ എന്ന് അറിയില്ല കേട്ടോ. അപ്പൊ എന്തായാലും
കിഡ് സംഭവമാണ്. എനിക്ക് തോന്നുന്നു വിനോദ് പ്രഭാകരന് കിട്ടാവുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ആ ഒരു ഹീറോ ഇമേജിലേക്ക് വരാൻ പറ്റുന്ന ഒരു മൂവി ആവാൻ സാധ്യതയുണ്ട്. യെസ്, അപ്പൊ എന്തായാലും കട്ട പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ടീസർ അല്ലെ, അടിപൊളി സംഭവം പൊളിച്ചടിക്കും. എന്തായാലും അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.